വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പിതാവേ ആരാധന. ഹാലേലൂയ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും കർത്താവായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 26 തിരുവചനങ്ങൾ, 27 തിരുവചനങ്ങൾ. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? കർത്താവായ ദൈവം ഇന്ന് ഓരോ ദൈവമക്കളെയും നോക്കി പറയുന്ന വലിയൊരു രഹസ്യം ഇതിലുണ്ട്. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, അവ കൊയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള മനുഷ്യ, നീ ആകാശത്തിലേക്ക് നോക്കുക. ആകാശത്തിലെ ഈ പക്ഷികൾക്ക് യാതൊരു ഉത്കണ്ഠയുമില്ല. അവയെ കർത്താവായ ദൈവം ഒരു കുറവുമില്ലാതെ തീറ്റിപ്പോറ്റുന്നു. ഭൂമിയിലുള്ള മനുഷ്യ, നീ എത്രയോ ഉത്കണ്ഠപ്പെടുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ എല്ലാ ഉത്കണ്ഠകളെയും ഭാരങ്ങളെയും പറ്റി കരുതലുള്ള ഒരു കർത്താവ് ഉണ്ടെന്ന് ആദ്യമേ തിരിച്ചറിയുക. എല്ലാ അസ്വസ്ഥതകളെയും ഏറ്റെടുക്കുന്ന ഒരു കുരിശുണ്ടെന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയം ഓർക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കട്ടെ. വചനത്തിൻ്റെ കൃപ നിറയാനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്, ഭാരത്താൽ നീങ്ങുന്ന ഓരോ മനുഷ്യനെയും നോക്കി കർത്താവ് പറയുകയാണ്, നീ ഉത്കണ്ഠപ്പെട്ടതുകൊണ്ടോ ആകുലപ്പെട്ടതുകൊണ്ടോ നിനക്കൊന്നും നേടുവാനില്ല. ഭൂമിയിലിരുന്നു കൊണ്ട് നീ ഇത്രയധികം ഉത്കണ്ഠപ്പെടുന്നു. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവയ്ക്ക് ഉത്കണ്ഠയില്ല, കാരണം ഞാനാണ് അവയെ തീറ്റിപ്പോറ്റുന്നത്. മനുഷ്യ, എന്നിട്ട് കർത്താവ് വീണ്ടും തുടർന്ന് പറയുകയാണ്, നീ ഭൂമിയിലേക്ക് നോക്കുക, ഭൂമിയിലെ ജീവജാലങ്ങളെ നോക്കുക, ഭൂമിയിലുള്ള പുല്ലിനെ പോലും നീ നോക്കുക. എന്നിട്ട് കർത്താവ് പറയുന്ന ഒരു വലിയൊരു അനുഗ്രഹം നിറഞ്ഞൊരു വചനമുണ്ട്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ധരിക്കും, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് നിങ്ങൾ ആകുലരാകേണ്ട വിജാതിയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കർത്താവ് പറയുകയാണ്, നീ ചിന്തിക്കേണ്ടത് നിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ ആകുലപ്പെട്ടുകൊണ്ടല്ല. നീ ചിന്തിക്കേണ്ട കാര്യം നിൻ്റെ കുടുംബത്തിന് ദൈവത്തെക്കുറിച്ചുള്ള പദ്ധതി മനസ്സിലാക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിൻ്റെ ജീവിതത്തിൽ ഭാരങ്ങളുണ്ടോ, ആകുലതകളുണ്ടോ, എല്ലാം ഇറക്കി വയ്ക്കാൻ ഒരു സ്ഥലമുണ്ട്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിൻ്റെ മനസ്സിൻ്റെ ആ ഭാരവും ആകുലതയും ഇപ്പോൾ കർത്താവിനൊന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കുക. എത്ര ദിവസമായി ഈ ഉത്കണ്ഠപ്പെട്ട് ചില രോഗങ്ങൾ കൊണ്ട്, ചില സാമ്പത്തിക തകർച്ചകൾ കൊണ്ട്, ബന്ധത്തിലുണ്ടായ ആ ഒരു ശൂന്യത കൊണ്ട് എല്ലാം നീങ്ങിപ്പോകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ കുരിശിലേക്ക് ഒന്ന് നോക്കുവാനും ഒന്ന് ആശ്വാസം കണ്ടെത്തുവാനും ഈ സമയം പരിശ്രമിക്കുക. കർത്താവിൻ്റെ ആത്മാവിന് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുക. യേശു പറഞ്ഞു വെച്ചു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക. നോക്കിയേ, കർത്താവ് പറയുകയാണ്, നിനക്ക് ഭാരം വഹിക്കാനുണ്ട് എന്നുള്ള കാര്യം നിന്നേക്കാൾ ഉപരി ഞാൻ അറിയാം. നിനക്ക് ഭാരം വഹിക്കാൻ ശക്തിയില്ല എന്നുള്ള കാര്യവും അതും കർത്താവ് അറിയുന്നു. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, പരീക്ഷയാകുമ്പോഴേക്കും ഉത്കണ്ഠപ്പെട്ട് അതിൻ്റെ ആ ഒരു ആകുലതകളെല്ലാം പേരി പഠിച്ചെല്ലാം മറന്നു പോകുന്നു. പരീക്ഷ എഴുതാനാകുമ്പോൾ രോഗങ്ങൾ വരുന്നു. ഭാരങ്ങൾ വഹിക്കാൻ ഇന്ന് സാധിക്കുന്നില്ല, കുട്ടികൾ മുതൽ മുതിർന്നവരെ. എങ്ങനെയാണ് വിവാഹ ബന്ധങ്ങളെല്ലാം തകർന്നു പോകുന്നത്? ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒന്ന് പരസ്പരം സംസാരിക്കുവാനും അത് ഭാരങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കുവാനും, ജീവിത പങ്കാളിയെക്കുറിച്ച് ഇത്രയും ഉത്കണ്ഠപ്പെടുന്ന മനുഷ്യ, കർത്താവിങ്കിലേക്ക് ആ ഉത്കണ്ഠകളൊന്ന് സമർപ്പിക്കുവാൻ നിനക്ക് സാധിക്കാത്തത് കൊണ്ടല്ലേ ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതം നീ നയിക്കുന്നത്? കർത്താവിൻ്റെ ആത്മാവ്
ആത്മാവ് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഭാരങ്ങളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റെടുക്കും. കുരിശിലേക്ക് അതെല്ലാം സമർപ്പിക്കാൻ നിന്നെ പ്രാപ്തനാക്കും. അതുകൊണ്ട് ഭാരങ്ങൾ ഇല്ലാത്തവരായി ആരും തന്നെയില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ മുതൽ പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയെ വരെ നിങ്ങളൊന്ന് സങ്കല്പിക്കുക, അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുക. എല്ലാവരുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളുണ്ട്. കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നോക്കുന്ന വ്യക്തി, കുരിശിലേക്ക് നോക്കുന്ന വ്യക്തി ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ അതിനൊരു വഴി കണ്ടെത്തും. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടല്ലോ, എന്താണ് എൻ്റെ ജീവിതത്തിൽ നീ അസ്വസ്ഥതകൾ വിട്ടുമാറാത്തത്? അതിനു മുമ്പ് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു നിന്നെ വിളിച്ച് പറയുന്ന ഒരു കാര്യം അത് ഇങ്ങനെയാണ്: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. നിൻ്റെ ഭാരങ്ങൾ വിട്ടുമാറാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതിന് പകരം കർത്താവായ യേശു എൻ്റെ ഭാരങ്ങൾ വഹിച്ചു എന്ന് മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ ഏറ്റവും ഭാരമേറിയ വസ്തു എന്താണെന്ന് ഒരുപക്ഷെ ചോദിച്ചാൽ അതൊരു സങ്കീർണമായ പ്രശ്നം തന്നെയായിട്ട് അവസാനിക്കും. അതിനൊരു ഉത്തരം കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു ആത്മീയ മനുഷ്യനെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ ഏറ്റവും ഭാരമേറിയ വസ്തു എന്താണെന്ന് ചോദിച്ചാൽ അത് ഒറ്റ ഉത്തരവേ ഉള്ളൂ: അത് യേശുവിൻ്റെ മരക്കുരിശാണ്. ഇതിന് കാരണം എന്താണെന്നറിയോ? യേശയ്യ 53:6 പറയുന്നു: ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി, നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി എന്ന് പറഞ്ഞാൽ ഈ ഭാരങ്ങളെല്ലാം മനുഷ്യവംശത്തിന്, ഒരു കുടുംബത്തിന്, ഒരു വ്യക്തിക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണെന്ന് കണ്ട് ഈ പാപത്തിൻ്റെ ഭാരവും മറ്റെല്ലാ ഭാരങ്ങളും ഏറ്റെടുത്ത് നിന്റെ ഭാരം ലഘൂകരിക്കുവാൻ കർത്താവ് കുരിശിൽ മരിച്ചു. എല്ലാ ജീവിതഭാരങ്ങളും ഏറ്റെടുത്തത് ആ ഒരു കുരിശിന്മേലാണ്. യേശു പറഞ്ഞല്ലോ മത്തായി 11:28 നേരത്തെ നമ്മൾ കണ്ട വചനം: അധ്വാനിക്കുന്ന മനുഷ്യ, ഭാരം വഹിക്കുന്ന മനുഷ്യ, നീ എൻ്റെ അടുത്ത് വരിക. കർത്താവിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യരും ഭാരങ്ങൾ വഹിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ ഭാരങ്ങൾ വഹിച്ച് തളർന്നു കഴിഞ്ഞു, ചിലർക്കിങ്ങനെ ശ്വാസം നിലയ്ക്കുന്ന ആ ഒരവസ്ഥയിലാണ്. ചിലരെന്ത് ചെയ്യും? ഭാരങ്ങളെല്ലാം നിലത്തിറക്കി വെച്ച് അതിങ്ങനെ നെടുവീർപ്പെട്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ ഈ ഭാരങ്ങൾ? നമ്മുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ, മുറിവുകൾ. ഇതാണ് പ്രിയപ്പെട്ടവരെ ഭാരങ്ങൾ. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്: ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? നിസ്സഹായരായ മനുഷ്യരാണ് നമ്മളെന്ന് കർത്താവിനറിയാം. ഭാരങ്ങളും വേദനകളും ഏറ്റെടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കും മുമ്പ് തന്നെ നമുക്കറിയാം എടുക്കാനാവാത്തത്ര ഈ ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. കടക്കണി മൂലം നമ്മുടെ ഭാരങ്ങളുണ്ടല്ലോ, പാപത്തിൻ്റെ ഭാരം അത് നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. എല്ലാ ഭാരങ്ങളുമുള്ള ഒരു വ്യക്തി എന്താണ് കൃത്യമായി ചെയ്യേണ്ടതെന്ന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഈ ഭാരങ്ങൾ ഇറക്കി വെക്കണം. നിൻ്റെ ജീവിതത്തിൻ്റെ, നിൻ്റെ കുടുംബത്തിൻ്റെ, ജോലി കാര്യങ്ങളിലെ എല്ലാ ഭാരങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കണം. സഹോദര സഹോദരി, പൈശാചികമായ ശക്തി നിന്നെ ആക്രമിക്കുമ്പോൾ, നീ ബലഹീനനായ ഒരു വ്യക്തിയാണെങ്കിൽ, ഈ ഭാരം ചുമന്ന് തളർന്ന വ്യക്തിയാണെങ്കിൽ, നീ പെട്ടെന്ന് തളർന്ന് താഴെ വീഴാനിടയുണ്ട്. അതുകൊണ്ട് കർത്താവിലേക്ക് നോക്കുവാനും ആ കുരിശിൻ ചുവട്ടിലേക്ക് ഈ ഭാരങ്ങളെല്ലാം സമർപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. ചില വ്യക്തികൾ പൈശാചികമായ അടിമത്തത്തിൽ കഴിയുന്നവരുണ്ട്, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്നവരുണ്ട്, ശരീരത്തിൽ സ്ഥിരമായി പാപം ചെയ്യുന്നവരുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാരം പേറി നടക്കും. ഒരിക്കലും മോചനമില്ല, ഇതൊരു ബന്ധനമാണല്ലോ എന്ന് ആ ഒരു കുറ്റബോധത്തിൻ്റെയും ആ ഒരു ഭാരം പേർ ഓരോ ഭാരങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. നമ്മൾ ചിന്തിക്കണം, ഈ ഭാരവും ഈ ഒരു ബുദ്ധിമുട്ടും സമർപ്പിക്കേണ്ടത് ഒറ്റ സ്ഥലമാണ്, അത് കാൽവരി കുരിശാണ്. ശരീരത്തിൽ പാപം ചെയ്യുന്ന വ്യക്തി, തിന്മയുടെ സ്വാധീനങ്ങൾ കടിമപ്പെട്ട് വളരെ വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തി, അവർക്ക് ഒറ്റ വഴിയെ കർത്താവ് പറഞ്ഞു തരുന്നുള്ളൂ: കുരിശിലേക്ക് നോക്കുക. ഈശോയുടെ ശരീരം ഓരോ അടിയേറ്റപ്പോഴും, രക്തം ചിന്തിയപ്പോഴും, വിരൂപമായപ്പോഴും, സഹനങ്ങൾ ഏറ്റെടുത്തപ്പോഴും നിന്നെ ഈ ഒരു ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് കർത്താവ് ശരീരത്തിൽ ആ ഒരു വേദന ഏറ്റെടുത്തതെന്ന് ശക്തം മനസ്സിലാക്കണം. കൊളോസൂസ് ലേഖനം 2-ാം അധ്യായം 14-15 തിരുവചനത്തിൽ പറയുന്നു: നമുക്ക് ദോഷമായതെന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അന്ധകാരങ്ങളെയും അധികാരികളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. പ്രിയപ്പെട്ട സഹോദര സഹോദരി, കുരിശിൽ അവയെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൻ്റെ ഈ ഒരു ബന്ധനത്തിൻ്റെ കെട്ടുണ്ടല്ലോ, പൈശാചികമായ ഈ ഒരു ബന്ധനത്തിൻ്റെ കെട്ടുണ്ടല്ലോ, അതിനെ കർത്താവ് ഏറ്റെടുത്തു. ഇത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഈ ഭാരം പേറി നടക്കരുത്. ചില മക്കൾ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട്
പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഭാരം സഹിക്കാൻ വയ്യ, ഇനി എനിക്കിതിൽ നിന്ന് രക്ഷയില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന വ്യക്തികളുണ്ട്. സഹോദര സഹോദരി, നിന്റെ ഭാരം കർത്താവിന് സമർപ്പിച്ചാൽ തന്നെ ആ ഒരു ദുശ്ശീലത്തിൽ നിന്ന് നിനക്ക് മോചനം നേടാൻ സാധിക്കും. ഇനി എനിക്ക് മോചനമില്ല, ഇനി എനിക്ക് രക്ഷയില്ല, ഞാൻ ശരീരത്തിൽ പാപം ചെയ്തു പോയി, കുറ്റബോധത്താൽ നീറുന്ന നിന്റെ മനസ്സിനെ കുരിശിൽ സമർപ്പിക്കുമ്പോൾ തന്നെ നിനക്കൊരു വിടുതൽ നേടിക്കഴിഞ്ഞു. കാരണം കുരിശിന്മേൽ അങ്ങനെയുള്ള എല്ലാ ബന്ധനങ്ങളെയും ആധിപത്യങ്ങളെയും നിന്റെ മേൽ ആ ഒരു സ്വാധീനത്തെയും കർത്താവ് അവഹേളന പാത്രങ്ങളാക്കി എല്ലാ കാര്യങ്ങളെയും കർത്താവ് ഏറ്റെടുത്തു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഒരു വ്യക്തി കുരിശിൽ നോക്കി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, കുരിശിൽ നോക്കി പ്രാർത്ഥിക്കുന്നതിന് ഒരു പ്രത്യേക ശക്തിയുണ്ട്. ഒന്ന് ചിന്തിച്ചേ, കർത്താവിൻ്റെ രണ്ട് കൈകളിലേക്കും ആണി താഴ്ന്നിറങ്ങി, കാലുകളിലേക്ക് ആണി താഴ്ന്നിറങ്ങി ഇപ്പോൾ അനുഭവിച്ച ആ ഒരു വേദനയുണ്ടല്ലോ, ആ വേദനയുടെ ശക്തി എന്ന് പറയുന്നത് നിൻ്റെ പാപത്തിൻ്റെ അതിൽ നിന്നുള്ള ആ ഒരു മോചനത്തിനുള്ള ശക്തിയാണ്, വിടുതലിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ നമുക്ക് ഇറക്കി വെക്കാം. ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ തോന്നാറില്ലേ, എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് ആക്രമിക്കുന്നത് പോലെ. ഇതാ ഫാക്ടറിയിൽ നിന്ന് വരുമ്പോൾ ഒരു പ്രശ്നവുമായിട്ട് വീട്ടിലേക്ക് അതിൻ്റെ ഭാരവുമായി വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഇതാ മക്കളുടെ ചില ഭാരങ്ങൾ, കുടുംബത്തിലെ മറ്റുള്ളവരുടെ ചില ഭാരങ്ങൾ, അടുത്ത പ്രശ്നങ്ങൾ വരുന്നു. അപ്പോഴിതാ പെട്ടെന്ന് വേറൊരു ഫോൺ കോൾ വരുന്നു. അപ്പോൾ അത് ഇറങ്ങി അത് അതൊന്ന് പരിഹരിക്കാൻ വേണ്ടി പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ അതിലേറെ പ്രശ്നം. ചില ദിവസങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി ഭാരങ്ങളെല്ലാം കൂടി ആക്രമിക്കുന്ന, ആകെ കുഴഞ്ഞു മറിഞ്ഞ ഒരവസ്ഥ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇത് ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയല്ല, ചില വ്യക്തികളുടെ പ്രത്യേകതയല്ല. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുകയോ അങ്ങനെ നമ്മൾ പറയുകയോ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഭാരങ്ങളെ നാം സ്വയം ഏറ്റെടുത്ത് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയ അപകടമാണത്. കുറേ ഭാരങ്ങൾ ഒരുമിച്ച് വന്ന് ഒന്നായിട്ട് ആക്രമിക്കുമ്പോൾ കുടുംബത്തെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്ന വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സഹോദര സഹോദരി, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേണ്ടത് നിന്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണ്, കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണ്. കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ എടുക്കാൻ സാധിക്കാത്ത ഒരു ഭാരവുമില്ല. ഇങ്ങനെ ചിന്തിച്ച് കാൽവരി കുരിശ് ആ ഒരു കുരിശ് ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് കാൽവരി മല മുകളിൽ വരെ പോയല്ലോ. ഈ നടക്കുന്ന യാത്രയിൽ പല പ്രാവശ്യം വീണുപോയി. ഇതൊരു മരക്കുരിശിൻ്റെ ഭാരമല്ല സഹോദര, ഇത് ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ എല്ലാ ദൈവമക്കളുടെയും പാപത്തിൻ്റെ ഭാരമാണ്, എല്ലാ ദൈവമക്കളുടെയും അസ്വസ്ഥതകളുടെ ഭാരമാണ്. കർത്താവ് ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു. കർത്താവ് നടന്ന് നീങ്ങി കാൽവരി മലയിൽ പോയി ബലിയർപ്പിച്ചു. ചിന്തിക്കേണ്ട സത്യം, നിനക്ക് വേണ്ടി വേദനയോടെ കർത്താവ് ബലിയർപ്പിച്ചത് നിന്നിൽ നിന്നും നിന്റെ വേദന, പാപത്തിൻ്റെ വേദന, ചില എടുത്താൽ താങ്ങാനാവാത്ത ഭാരത്തിൻ്റെ വേദന, ഇതെല്ലാം മാറ്റപ്പെടുന്നതിന് വേണ്ടിയാണ്. തെറ്റിദ്ധാരണയുടെ വേദന, ഇതെല്ലാം കർത്താവ് എടുത്തു മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭാരങ്ങൾ ഇറക്കി വെക്കാൻ നിനക്ക് ഇന്നൊരു സ്ഥലമുണ്ട്. എല്ലാ അസ്വസ്ഥതകളും ഇറക്കി വെക്കാൻ കർത്താവ് നിനക്കൊരു ശക്തി തരും. ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം, നമ്മൾ കുടുംബത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഭാരം കൂടുന്തോറും അസ്വസ്ഥപ്പെടാതെ സുഹൃത്ത് ജീവിതങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കണം. ഈശോയുടെ കുരിശിൻ്റെ ശക്തി, ഈശോയുടെ ശക്തി, ഈശോയുടെ ശക്തി എൻ്റെ ജീവിതത്തിൻ്റെ ശക്തി, ഈശോയുടെ കുരിശിൻ്റെ ശക്തി വിടുതലിൻ്റെ ശക്തി. ഇങ്ങനെ കുരിശുമായി ബന്ധപ്പെട്ട്, കാൽവരി കുരിശുമായി ബന്ധപ്പെട്ട് ചില സുഹൃത്ത് ജീവിതങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൻ്റെ അന്ധകാരങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളും എല്ലാം മെല്ലെ മെല്ലെ നീങ്ങി പോകുന്നതായിട്ട് നമുക്ക് സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. കാൽവരി കുരിശിലേക്ക് നോക്കുവാൻ സാധിക്കട്ടെ. കൃപയും അഭിഷേകവും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഭാരങ്ങൾ ഇറക്കി വെക്കുക. ഭാരം ചുമന്നുകൊണ്ട് നീ നീ വീഴുമ്പോൾ, ചെറിയ കുഴിയിൽ വീഴുമ്പോൾ നിന്റെ ജീവിതം മുഴുവൻ തകർക്കുന്നതായിട്ട് തോന്നാം, വലിയ അപകടങ്ങളായിട്ട് നിനക്ക് തോന്നാം. 1 കൊരിന്തോസ് 1:18 പറയുന്നു, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. നോക്കിയ രക്ഷയിലൂടെ ചരിക്കുന്ന നിനക്ക് നിന്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ ഒരു കുരിശുണ്ട്. കുരിശിൻ്റെ ശക്തി നമുക്ക് വലിയൊരു ശക്തിയാണ്. മകളെക്കുറിച്ചുള്ള ഭാരം, ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ഭാരം, സാമ്പത്തിക തകർച്ചയുടെ ആ ഒരു ഭാരം എല്ലാം കുരിശിൽ സമർപ്പിക്കുമ്പോൾ അത് രക്ഷയുടെ ശക്തിയായിട്ട് മാറുന്ന വലിയ കാഴ്ച നിനക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ചില കാലഘട്ടങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരും. ഒരു രോഗത്തിൻ്റെ രൂപത്തിലായിരിക്കും. അതൊരു ഭാരമായിട്ട് മാറി. കർത്താവ് ആ ഒരു ഭാരം കുരിശിൽ ഏറ്റെടുത്തു എന്ന് നമ്മൾ ചിന്തിക്കാറൊന്നുമില്ല. ആ സമയത്ത് ആ ഭാരം കടന്നു വന്നു, കുറേ പ്രശ്നങ്ങളെല്ലാം കടന്നു വന്നു, പിന്നെ അത് കഴിഞ്ഞു പോയി. കുറേ കാലഘട്ടം കഴിഞ്ഞിട്ട് ഈ ഭാരം, ഈ ഒരു പ്രതിസന്ധി വീണ്ടും കടന്നു വന്നു, പഴയതിനേക്കാളിലും 10 മടങ്ങ് ശക്തിയിൽ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇങ്ങനെയും ചില കാര്യങ്ങൾ ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയാവോ? പണ്ട് സംഭവിച്ച കാര്യങ്ങൾ നമ്മളതൊന്ന് കുരിശിൽ സമർപ്പിച്ചില്ല, അതന്ന് ഈശോയുടെ കൈകളിൽ സമർപ്പിച്ചില്ല.
സംഭവിച്ചില്ല. അല്ലെങ്കിൽ ഈ വേദന മുഴുവൻ ഏറ്റെടുത്ത കർത്താവ് തിരുരക്തം ചിന്തി കാൽവരിയിൽ മരിച്ചു, ആ രക്തം കൊണ്ട് അന്നേ എന്നെ കഴുകി എൻ്റെ കുടുംബത്തെ വിശുദ്ധീകരിച്ചു. ആ ഒരു ഉൾക്കാഴ്ചയും ബോധ്യവും ഒരുപക്ഷെ അന്ന് കിട്ടിയിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നത്. ഭാരങ്ങൾ എടുത്താൽ പൊന്താത്ത രീതിയിൽ വീണ്ടും വീണ്ടും പല രൂപത്തിൽ കടന്നു വരുന്നത്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ ഭാരങ്ങളും കർത്താവിനെ സമർപ്പിക്കുക. ഹെബ്രായർ 13:5-6 പറയുന്നു, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യാൻ സാധിക്കും? ഭാരങ്ങൾ ഈ കർത്താവിന് മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കുവാൻ സാധിക്കട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ യുവതി യുവാക്കന്മാരെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുകയും, പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരുടെ സ്നേഹം കിട്ടാത്ത മക്കൾ, അവർ അറിയാതെ ഒരു ശൂന്യത അവർ അനുഭവിക്കുന്നുണ്ട്. വലിയൊരു വിരോധ ആഭാസം എന്ന് പറയുന്നത് ഈ ശൂന്യത വലിയൊരു ഭാരമാണ്. മാതാപിതാക്കന്മാരുടെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ഈ ശൂന്യത വലിയ എടുത്താ പൊന്താത്ത ഭാരമാണ്. ഈ ഒരു ശൂന്യത നികത്താൻ വേണ്ടി ഓരോരുത്തരും അവർ പോയി ആശ്രയിക്കും. ഇവർ പോയി ആശ്രയിക്കുന്ന സ്ഥലം വിശുദ്ധമായിട്ടുള്ള സ്ഥലമല്ലെങ്കിൽ മലിനമായിട്ടുള്ള സ്ഥലമാണ് ആണെങ്കിൽ അവിടെ മൃഗവാസനകളും മോശമായിട്ടുള്ള രീതികളും സ്വഭാവ പ്രത്യേകതകളും കാണും. അങ്ങനെയാണ് ഇന്ന് പല യുവതി യുവാക്കന്മാരും ഭാരങ്ങൾ പേറി തളർന്നിട്ട് ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ ഏതെങ്കിലും വ്യക്തിയെയോ ഏതെങ്കിലും സ്ഥലമോ ആശ്രയിക്കുമ്പോൾ മലിനമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് വീണു പോകുന്നത് എത്ര വലിയൊരു ദുരന്തമാണ് സംഭവിക്കുക. ചില യുവതി യുവാക്കന്മാർ എത്രയോ വിദ്യാഭ്യാസത്തിൽ ഉന്നതിയിൽ നിൽക്കുന്നവർ, അവർ ഈ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ കണ്ടെത്തുന്നത് ചിലപ്പോൾ അവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട്, വിദ്യാഭ്യാസം കുറവുള്ളതായിക്കോട്ടെ കൂടിക്കുള്ളതായിക്കോട്ടെ, സ്വഭാവങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില ആളുകളെ കണ്ടെത്തും. അവിടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കും. അതോടുകൂടി ജീവിതം തകർന്നു പോകും. ഇത് വിദ്യാഭ്യാസം കുറഞ്ഞതുകൊണ്ടോ കൂടിയതുകൊണ്ടോ പറ്റുന്ന കാര്യമല്ല. എന്താണ് സംഭവിക്കുന്നത്? ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ്. ലഹരിക്കടിമപ്പെടുന്ന വ്യക്തികളെ കുറിച്ച് ചിന്തിക്കുക. ഭാരങ്ങൾ ഇറക്കി വെക്കാൻ അവർ കണ്ടെത്തുന്ന സ്ഥലം മോശമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? ഞാൻ നിന്നെ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല. എല്ലാ മാതാപിതാക്കന്മാർ ഉപേക്ഷിച്ചെന്ന് വരാം, മറ്റുള്ള അയൽവാസികൾ ഉപേക്ഷിച്ചെന്ന് വരാം. നീ ഈ ഭാരം ഇറക്കി വെക്കാൻ ഓടേണ്ടത് വേറെ ആളുകളെ അന്വേഷിച്ചല്ല. അങ്ങനെ ഓടിയാൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് സമാധാനം കിട്ടില്ല. സമറിയാക്കാരി സ്ത്രീയെക്കുറിച്ചൊന്ന് ചിന്തിച്ച്. സമറിയാക്കാരി സ്ത്രീ ഒരു കുടുംബം തകർന്നു, 2 കുടുംബം തകർന്നു, 3, 4, 5 ഭാരങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടി ഓടി ഓടി തളർന്ന സ്ത്രീ അവസാനം ചെന്നുപെട്ട് ആ കുടുംബവും ഇത്ര വലിയ വിജയകരമായിരുന്നെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നില്ല. കർത്താവിങ്കിലേക്ക് വന്നപ്പോൾ, അവളുടെ മനസ്സൊന്ന് തുറന്നപ്പോൾ, എവിടെയൊക്കെയോ തങ്ങിക്കടന്ന അസ്വസ്ഥതകളും ഭാരങ്ങളും എല്ലാം കർത്താവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ച് ആ ഗ്രാമത്തിലേക്ക് ഓടിപ്പോകുന്നത് എത്ര സന്തോഷത്തോടെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജോലി സ്ഥലത്തെ അല്ലെ മറ്റുള്ള സ്ഥലങ്ങളിലെ ഭാരങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നീ കുടുംബത്തിലേക്ക് വരുന്നുണ്ടല്ലോ. കർത്താവിന് ഈ ഭാരങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ നിന്റെ കുടുംബത്തിലേക്ക് കയറി വരാൻ നിനക്ക് സാധിക്കട്ടെ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരാഴ്ച കാലഘട്ടത്തിലെ എല്ലാ ഭാരങ്ങളും നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ചെയ്യാത്ത ആ കർത്താവിൻ്റെ മുമ്പിലേക്ക് ഞായറാഴ്ച സമർപ്പിക്കുന്ന ആ വിശുദ്ധ കുർബാന മധ്യേ ആ കാൽവരി മലയിലേക്കൊന്ന് സമർപ്പിക്കുവാൻ സാധിച്ചാൽ എത്ര സന്തോഷമായിട്ട് നിനക്ക് കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ കണ്ടിട്ടുള്ള ഒരു കാഴ്ച ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. വലിയ രോഗങ്ങൾ മൂലം മലയുന്ന ചില ആളുകൾ. ഈയിടെ കണ്ട ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, അച്ഛാ ബ്ലഡ് ക്യാൻസർ ആണ്. പക്ഷേ ഈ മനുഷ്യൻ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? എല്ലാ ദിവസവും ഈ ചെറിയൊരു കുരിശുണ്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ. ഈ കുരിശ് നെഞ്ചോട് ചേർത്ത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. കുരിശിൻ്റെ ശക്തി, ഈശോയുടെ ശക്തി, ഈശോയുടെ ശക്തി, വിടുതലിൻ്റെ ശക്തി, ഈശോയുടെ ശക്തി, സൗഖ്യത്തിൻ്റെ ശക്തി, ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം, എനിക്ക് ഈ ബ്ലഡ് ക്യാൻസറിൽ നിന്ന് ഇതുവരെ മോചനമൊന്നും കിട്ടിയിട്ടില്ല അച്ഛാ. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ഇന്ന് മരിച്ചു പോയാൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുഖം ദർശിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നത് ഒരു രോഗം സൗഖ്യപ്പെട്ടു, ഒരു ക്യാൻസർ ആയിട്ടുള്ള ഒരു രോഗി സൗഖ്യപ്പെട്ടു. അതാണ് അത്ഭുതം. ഒരുപക്ഷെ അതിലേറെ വലിയൊരു അത്ഭുതമല്ലേ ഇത്? സ്വന്തം രോഗത്തെ, മരണത്തെ മുന്നിൽ കാണുമ്പോഴും രോഗത്തെ അംഗീകരിക്കുവാനും ആ രോഗത്തിൽ മരിച്ചാലും കർത്താവിനെ ഞാൻ ദർശിക്കും എന്നുള്ള വലിയൊരു കാഴ്ചപ്പാട്, വലിയൊരു ബോധ്യം, ഇതല്ലേ പ്രിയപ്പെട്ടവരെ രോഗസൗഖ്യത്തെക്കാൾ വലിയൊരു അത്ഭുതം? ഞാൻ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ ദൈവം ഭാരങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ എന്ന് പറയുന്ന രോഗം പോലും ഒരു രോഗമല്ലാതായി മാറും. എത്ര വലിയ കോടിക്കണക്കിന് രൂപയുടെ തകർച്ചകൾ ഉണ്ടെങ്കിലും കർത്താവിനെ സമർപ്പിച്ചാൽ ആ തകർച്ച ഒന്നുമല്ലാത്തൊരവസ്ഥയായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെ ക്ഷണിക്കുന്ന ഒരു രംഗമുണ്ട്. എന്താണ് ആ ക്ഷണം? നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പത്രോസിന് ഒരാഗ്രഹം,
കടലിന് മുകളിൽ കൂടി നടക്കണം, വെള്ളത്തിന് മുകളിൽ കൂടി നടക്കണം. ഇതാ കർത്താവ് ഇത് ചെയ്യുന്നു, പിന്നെ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഒരു ആഗ്രഹമാണ് ഈ മനുഷ്യൻ, ഒരു വികാരാധീനായി പറയുക, കർത്താവെ നീയാണെങ്കിൽ വെള്ളത്തിന് മുകളിൽ കൂടെ ഞാനും ഒന്ന് നടന്നു വരട്ടെ. നോക്കിയാൽ ഇദ്ദേഹം അത് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാരങ്ങളൊന്നും പ്രശ്നമല്ല, പൂർണ്ണമായും ദൈവത്തെ മാത്രം ആശ്രയിക്കുന്നു. വെള്ളത്തിന് മുകളിൽ കൂടെ നടന്ന താഴ്ന്നു പോകുന്ന കാര്യമോ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. കർത്താവിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു, കർത്താവിലേക്ക് നോക്കുന്നു, കർത്താവിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ചിന്ത കൊണ്ട് നടന്നു. ഏതോ ഒരു സമയത്ത് സ്വന്തം ശരീരത്തിൻ്റെ ഭാരത്തെക്കുറിച്ച് ആ മനുഷ്യനൊന്ന് ചിന്തിച്ചു. അപ്പോൾ ഇതാ ഉത്കണ്ഠകൾ ഭാരമായി മാറി. അദ്ദേഹം വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠയുടെ ഭാരമാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തെ മുക്കിക്കളഞ്ഞത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതേ ശരീരമുള്ള മനുഷ്യൻ, ഇതേ ഭാരമുള്ള ശരീരത്തിൻ്റെ ഭാരം വ്യത്യാസപ്പെടുന്നില്ല. വെള്ളത്തിന് മുകളിൽ കൂടെ നടന്നപ്പോൾ ഒന്നും സംഭവിച്ചില്ല. മനസ്സിൽ ഭാരം കൂടിയപ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ചിന്തിക്കണ സഹോദര സഹോദരി, നിന്റെ ശരീരത്തിൻ്റെ ഭാരമോ അല്ലെങ്കിൽ നിന്റെ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ഭാരമോ ഇതൊന്നുമല്ല ഭാരം. നിന്റെ രോഗത്തിൻ്റെ ഭാരമോ ഇതൊന്നുമല്ല ഭാരം. രോഗം എത്രയാണെങ്കിലും നീ ഒരു കുഴപ്പമില്ലാതെ നടക്കും. സാമ്പത്തിക തകർച്ച എത്രയാണെങ്കിലും ഒരു കുഴപ്പമില്ലാതെ നീ നടക്കും. ഇതൊന്നുമല്ല പ്രശ്നം. പത്രോസിന് സംഭവിച്ച പ്രശ്നം, പത്രോസിൻ്റെ മനസ്സിലേക്ക് ഉത്കണ്ഠ കയറി വന്നു, ഭാരം കയറി വന്നു. ഈ ഉത്കണ്ഠയുടെ ഭാരം പത്രോസിൽ കയറി വന്നപ്പോൾ ഈ മനുഷ്യൻ മെല്ലെ താഴാൻ തുടങ്ങി, വെള്ളത്തിലേക്ക് മുങ്ങി പോകാൻ പോയി. അപ്പോൾ പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ ഞാൻ മുങ്ങിച്ചാകുന്നു, എന്നെ രക്ഷിക്കണമേ. നോക്കിയ ആ ഒരു സമയത്ത് കർത്താവിങ്കിലേക്ക് ഭാരം ഇറക്കി വെക്കുകയാണ്. കർത്താവിങ്കിലേക്ക് ഉത്കണ്ഠകളും ആകുലതകളും ഇറക്കി വെക്കാൻ ദൈവ പൈതലെ നീ ഇന്ന് പരിശ്രമിക്കേണ്ട ദിവസമാണ്. പത്രോസ് എന്ന് പറയുന്ന വ്യക്തി ഭാരം കർത്താവിലേക്ക് വിട്ടുകൊടുത്തപ്പോൾ ഇതാ ആ മുങ്ങിപ്പോകുന്ന ആ അവസ്ഥയിൽ വീണ്ടും കർത്താവ് കൈ നീട്ടി കൊടുക്കുന്നു. ഹല്ലേലൂയ! കർത്താവ് ഇതാ നിനക്ക് വേണ്ടി കൈകൾ നീട്ടുന്നു. കർത്താവിൻ്റെ ആ കൈകളിലേക്ക് ഭാരങ്ങൾ സമർപ്പിക്കുക. പത്രോസ് വെള്ളത്തിൽ താഴാൻ പോയപ്പോൾ ഇതാ ഭാരങ്ങൾ കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുത്തു. കർത്താവ് ആ കൈക്ക് പിടിച്ചു. കർത്താവ് നടത്തിയപ്പോൾ ഒന്നും സംഭവിച്ചില്ല. പത്രോസിന് ഇതാ അത്ഭുതകരമായി കർത്താവ് വഴി നടത്തി. ഇതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, ആഴി നിന്നെ മുക്കിക്കളയുകയില്ല. ആഴിയിലൂടെ നടന്നാലും നിനക്കൊന്നും സംഭവിക്കുകയില്ല, തീയിലൂടെ നടന്നാലും പൊള്ളലേൽക്കുകയില്ല. തീയൊരു ഭാരമാണ്, വാഴിയൊരു ഭാരമാണ്. ഇത് രണ്ടും ഭാരമാകാത്ത ഒരു സമയം, കർത്താവിൻ്റെ കൈ അതിന് മധ്യേ ചലിക്കുന്ന ഒരു സമയത്ത് മാത്രം. സഹോദര സഹോദരി, എല്ലാ ഭാരങ്ങളെയും കർത്താവിനൊന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. യേശുവും സമറിയക്കാരി സ്ത്രീയും തമ്മിലുള്ള സംസാരത്തിനിടയ്ക്ക് ഇവൾ പറയുന്ന ചില കാരണങ്ങളുണ്ട്. ഇതാ ഇവിടെ എനിക്ക് ഒരു കിണറിനെ കുറിച്ച് പറയുമ്പോൾ ഇവൾ പറയുകയാണ്, യോഹന്നാൻ 3:12 മുതൽ 14 വരെയുള്ള വചനങ്ങൾ, ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവരും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. എന്താണ് പ്രിയപ്പെട്ടവരെ ഇതിനർത്ഥം? പൂർവികരും കന്നുകാലികളും കുടിച്ച വെള്ളം കുടിച്ചതുകൊണ്ട് നിന്റെ ദാഹം അങ്ങനെ തീരുമൊന്നുമില്ല, നിന്റെ ഭാരം അതുകൊണ്ടൊന്നും തീരാൻ പോണില്ല. പൂർവികർ അത് ചെയ്തു, അല്ലെ ഇങ്ങനെയാണ് ഈ നാട്ടിലെ സിസ്റ്റം, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ നടക്കുകയുള്ളൂ. ഇങ്ങനെ പറഞ്ഞാൽ അവർ ഏൽക്കുന്ന ആ ഒരു ഭാരം ഉണ്ടല്ലോ, അതിൽ കൂടെ തന്നെ നീ നടന്നു പോകും. ആ ഒരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിന്റെ ജീവിതത്തിൽ മലയടിക്കും. എന്നിട്ട് കർത്താവ് പറയുക, കന്നുകാലികളും പൂർവികരും കുടിച്ച വെള്ളം കുടിച്ചുകൊണ്ട് നടന്നാൽ നിനക്ക് ദാഹിക്കും. പ്രിയപ്പെട്ട സഹോദര, നിനക്ക് ആ ഒരു ഭാരമൊന്നും കുറയാൻ പോണില്ല. നീ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കൽ വന്ന് കുടിക്കുക. എൻ്റെ അടുക്കൽ വന്ന് കുടിക്കുക എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കൃപ സ്വീകരിക്കുക, കാൽവരി കുരിശിൻ്റെ ശക്തി സ്വീകരിക്കുക, കാൽവരി കുരിശിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുക. ഇതൊരു അഭിഷേകമാണ് പ്രിയപ്പെട്ടവരെ, ഇതൊരു കൃപയാണ്. കർത്താവിൻ്റെ ആ ഒരു അഭിഷേകം സ്വീകരിക്കുവാൻ പ്രത്യേകമായിട്ട് ഒരുങ്ങാൻ സാധിക്കട്ടെ. കർത്താവിൻ്റെ അഭിഷേകം, കുരിശിൻ്റെ അഭിഷേകം ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ നിറയട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുക. വഴിയടഞ്ഞ ജീവിതങ്ങളിൽ, ഭാരം നിറഞ്ഞ ജീവിതങ്ങളിൽ കർത്താവ് കാത്തു നിൽക്കുന്നുണ്ട്. കാൽവരി കുരിശ് നിനക്കൊരു വലിയ അടയാളമാണ്. എന്താണ് കുരിശിൻ്റെ അടയാളം? ഇതാ നീട്ടിപ്പിടിച്ച 2 കൈകൾ. ആ കൈകളിൽ നിൻ്റെ ജീവിതത്തിൻ്റെ രക്ഷയുണ്ട്. നിൻ്റെ ഭാരം കർത്താവ് ഏറ്റെടുത്തു കഴിഞ്ഞു. സന്തോഷത്തോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുക. എല്ലാ ഭാരങ്ങളും കർത്താവിന് തന്നെ വിട്ടുകൊടുക്കുക. പരിശുദ്ധാമ്മയുടെ ജീവിതത്തിൽ എന്നും നിലനിന്ന ഒരു വാളുണ്ടല്ലോ. ഹന്ന പുണ്യവതി പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കുമെന്ന്. ജീവിതം മുഴുവൻ ഇതുപോലെ വാളുമായി നീറിപ്പുകഞ്ഞു നടക്കുന്ന ഒരുപാട് മാതാപിതാക്കന്മാരില്ലേ, ഒരുപാട് അമ്മമാരില്ലേ, മക്കളെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരുപാട് അമ്മമാരില്ലേ, മക്കളുടെ വഴിപഴച്ച ജീവിതത്തെ ഓർത്ത് കരയുന്ന കണ്ണുനീരോട് കൂടി ജീവിക്കുന്ന അമ്മമാരില്ലേ. പ്രിയപ്പെട്ടവരെ, മാതാവ് പരിശുദ്ധ അമ്മ എല്ലാ വേദനകളും കടിച്ചമർത്തി ഒരു മല കയറി, കാൽവരി മല. എല്ലാ വേദനകളും അവസാനം സമർപ്പിച്ചത് അത് ആ കുരിശിൻ്റെ ചുവട്ടിൽ. ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിനക്കും നടക്കാൻ ഒരു കാൽവരി മലയുണ്ട്. നിന്റെ ദേവാലയം
ആ ദേവാലയത്തിലേക്ക് നീ കടന്നു ചെല്ലുമ്പോൾ പരിശുദ്ധ അൾത്താര, അതാണ് കാൽവരിമല. ആ കാൽവരിമലയിലേക്ക് നോക്കി നീ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ജീവനുള്ള ദൈവം നിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. കർത്താവായ ദൈവം കടന്നു വരുമ്പോൾ എല്ലാ ഭാരങ്ങളും അവൻ ഏറ്റെടുക്കുന്നു. കർത്താവ് ഏറ്റെടുത്ത് കഴിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരം നിനക്ക് ലഭിക്കുന്നു. രോഗമായിക്കൊള്ളട്ടെ, സാമ്പത്തിക തകർച്ചയായിക്കൊള്ളട്ടെ, മനസ്സിലെ നീറിപ്പൊങ്ങുന്ന ആ ഒരു അസ്വസ്ഥതകളും വേദനകളുമായിക്കൊള്ളട്ടെ, കർത്താവ് ഏറ്റെടുക്കുന്നു, കർത്താവ് അനുഗ്രഹിക്കുന്നു. യേശയ്യ 53:4 നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. ഭാരം വഹിക്കുന്ന സഹോദര സഹോദരി, കുരിശ് നിനക്ക് ആശ്രയമാകട്ടെ, കുരിശ് നിനക്ക് സംരക്ഷണമാകട്ടെ, കുരിശിൻ്റെ സന്തോഷം നിൻ്റെ ജീവിതത്തിൽ നിറയട്ടെ. ദൈവം ഓരോ മക്കളെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.